ചൈനയുടെ പക്കൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യമുണ്ട്. അമേരിക്കയുടെ പക്കൽ ലോകത്തെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യയുണ്ട്. റഷ്യയുടെ പക്കൽ ലോകത്തെ ഞെട്ടിക്കുന്ന മിസൈലുകളുണ്ട്. എന്നാൽ ഇവയെല്ലാം കൂടി ഒരേ കൺട്രോൾ റൂമിലിരുന്ന് ഒരേ സ്ക്രീനിൽ നിയന്ത്രിക്കാൻ ലോകത്ത് ഒരു രാജ്യത്തിന് മാത്രമേ സാധിക്കൂ. അത് ഭാരതമാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA-യും ചൈനീസ് മിലിറ്ററി ഇന്റലിജൻസും ഒരുപോലെ ഇന്ത്യയുടെ ആയുധപ്പുരയെ അതീവ ഭീതിയോടെ നോക്കുന്നത് എന്ന്? 2026 ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യ 4ാം സ്ഥാനത്തായിരിക്കാം. എന്നാൽ യുദ്ധഭൂമിയിലെ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ലോക പ്രതിരോധ വിദഗ്ധർക്കിടയിൽ ഇന്ത്യ എന്നറിയപ്പെടുന്നത് യൂണിവേഴ്സൽ ഇന്റഗ്രേറ്റർ എന്നാണ്. റഷ്യൻ വിമാനങ്ങളിൽ ഇസ്രയേലി മിസൈലുകൾ, അമേരിക്കൻ ഹെലികോപ്റ്ററുകളിൽ ഇന്ത്യൻ സെൻസറുകൾ, ഫ്രഞ്ച് യുദ്ധവിമാനങ്ങളിൽ ഇസ്രയേലി ബോംബുകൾ. ഇതൊരു ആയുധപ്പുരയല്ല, മറിച്ച് ശത്രുവിന് ഒരിക്കലും തകർക്കാൻ കഴിയാത്ത ഒരു മാന്ത്രിക വലയമാണ്. എന്താണ് ഇന്ത്യയുടെ ഈ രഹസ്യ ആയുധം? ചൈനീസ് സൈന്യം പോലും ദ സൈലന്റ് ത്രീറ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ ആ ഹൈബ്രിഡ് കരുത്ത് എന്താണ്? നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയമായ പെന്റഗണിന്റെ പുറത്തു വന്നൊരു റിപ്പോർട്ട് ആഗോള പ്രതിരോധ മേഖലയിൽ വലിയ ചർച്ചയായിരുന്നു. സാധാരണയായി ഒരു രാജ്യം ആയുധങ്ങൾ വാങ്ങുമ്പോൾ ഒന്നുകിൽ റഷ്യൻ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ അമേരിക്കൻ നാറ്റോ സാങ്കേതിക വിദ്യയ്ക്ക് ആയിരിക്കും ഇതൊക്കെയാണ് തിരഞ്ഞെടുക്കുക. ഇവ രണ്ടും പൊരുത്തപ്പെടുക എന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇവയുടെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ഒക്കെ വ്യത്യസ്തമായ ഭാഷകളാണല്ലോ സംസാരിക്കുന്നത്. എന്നാൽ ഇന്ത്യ ഇവിടെ ഒരു വിപ്ലവമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ പക്കൽ റഷ്യയുടെ സുഖോയ് വിമാനങ്ങളും ടാങ്കുകളും ഉണ്ട്. അതേസമയം തന്നെ അമേരിക്കയുടെ C-17 ഗ്ലോബ് മാസ്റ്ററും ചീനൂക്ക് ഹെലികോപ്റ്ററുകളും ഉണ്ട്. ഫ്രാൻസിന്റെ റഫാലും മിറാഷും ഇസ്രയേലിന്റെ ഡ്രോണുകളും മിസൈലുകളും ഇന്ത്യയുടെ പക്കലുണ്ട്. അറിയാലോ, ഇവയെല്ലാം കൂടി ഒന്നിപ്പിക്കുക എന്നത് ഒരു അസാധ്യമായിട്ടുള്ള ദൗത്യമായിരുന്നു. എന്നാൽ ഇന്ത്യൻ എഞ്ചിനീയർമാർ അത് സാധിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേവലം തോക്കുകളോ വിമാനങ്ങളോ ഒന്നും കുറിച്ചല്ല, മറിച്ച് ഇന്ത്യയുടെ ബ്രെയിൻ പവർ അല്ലെങ്കിൽ ആയുധങ്ങളെ സംയോജിപ്പിക്കാനുള്ള ആ നിഗൂഢമായ കഴിവിനെ കുറിച്ചാണ്. നമുക്ക് വായുസേനയിൽ നിന്ന് തന്നെ ആരംഭിക്കാം. റഷ്യൻ നിർമ്മിത സുഖോയ് 30 MKI വിമാനങ്ങൾ ലോകത്തെ പല രാജ്യങ്ങളുടെയും പക്കലുണ്ട്. എന്നാൽ ഇന്ത്യൻ സുഖോയികൾ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്. ഇന്ത്യ ചെയ്തത് എന്താണെന്ന് അറിയാമോ? ഈ റഷ്യൻ വിമാനത്തിന്റെ സോഫ്റ്റ്വെയറിൽ മാറ്റങ്ങൾ വരുത്തി അതിൽ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് ഘടിപ്പിച്ചു. അതൊരു ചെറിയ കാര്യമല്ല. 2.5 ടൺ ഭാരമുള്ള ഒരു മിസൈൽ വിമാനത്തിന്റെ അടിയിൽ ഘടിപ്പിക്കുമ്പോൾ അതിന്റെ ഗുരുത്വാകർഷണ കേന്ദ്രം മാറുകയാണ്. റഷ്യൻ ശാസ്ത്രജ്ഞർ പോലും അന്ന് കരുതിയിരുന്നത് ഇത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ്. എന്നാൽ ഇന്ത്യൻ എഞ്ചിനീയർമാർ അത് വിജയിപ്പിച്ചെടുത്തു. ഇന്ന് 450 കിലോമീറ്റർ അകലെയുള്ള ശത്രുവിന്റെ കപ്പലുകളെ സെക്കൻഡുകൾക്കുള്ളിൽ തകർക്കാനായി ഇന്ത്യൻ സുഖോയികൾക്ക് സാധിക്കും. ചൈനയുടെ പക്കലുള്ള HQ-9 പോലെയുള്ള അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും ബ്രഹ്മോസിന്റെ വേഗതയെ തടയാൻ സാധിക്കില്ല. ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള മോക്ക് ഡ്രില്ലുകളിൽ ഇത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ശത്രുവിന്റെ റഡാറുകൾ സുഖോയി തിരിച്ചറിയുന്നതിന് മുമ്പേ തന്നെ ബ്രഹ്മോസ് ലക്ഷ്യം കണ്ടിരിക്കും. ഇന്ത്യയുടെ ഈ ഇന്റഗ്രേഷൻ കഴിവിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബാലാക്കോട്ട് ആക്രമണം. അന്ന് ഇന്ത്യ ഉപയോഗിച്ചത് ഫ്രഞ്ച് നിർമ്മിത മിറോഷ് 2000 ആയിട്ടുള്ള വിമാനങ്ങളാണ്. എന്നാൽ ഇന്ത്യ അതിൽ ഘടിപ്പിച്ചത് ഇസ്രയേലിന്റെ സ്പൈസ് 2000 സ്മാർട്ട് ബോംബുകളായിരുന്നു. പാകിസ്ഥാൻ പ്രതീക്ഷിച്ചത് ഇന്ത്യ റഷ്യൻ ആയുധങ്ങളുമായി വരുമെന്നാണ്. എന്നാൽ ഫ്രഞ്ച് വിമാനം ഇസ്രയേലി ബോംബുമായി വന്ന് കൃത്യമായി ലക്ഷ്യം തകർത്തപ്പോൾ ലോകം തന്നെ ഞെട്ടി. ഒരു കെട്ടിടത്തിന്റെ ജനലിലൂടെ പോലും ബോംബ് അകത്തേക്ക് വിടാൻ കഴിയുന്ന കൃത്യത ഇന്ത്യക്ക് ലഭിച്ചത് ഈ ഹൈബ്രിഡ് സംയോജനത്തിലൂടെയാണ്. ശത്രു രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധം ഒരുക്കുന്നത് നിശ്ചിത ആയുധങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിൽ അവർക്ക് കണക്കുകൂട്ടലുകളെല്ലാം തെറ്റുകയാണ്. യുദ്ധത്തിൽ ഏറ്റവും പ്രധാനം ശത്രുവിനെ ആദ്യം കാണുക എന്നതാണ്. ഇതിനായി ഇന്ത്യ ഉപയോഗിക്കുന്നത് റഷ്യയുടെ ഭീമാകാരമായ Tu-76 വിമാനമാണ്. എന്നാൽ ഇതിന്റെ മുകളിൽ ഇന്ത്യ സ്ഥാപിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും കരുത്തുള്ള റഡാർ സിസ്റ്റമായ ഇസ്രയേലിന്റെ ഫാൽക്കൺ ആണ്. റഷ്യൻ വിമാനം ഇസ്രയേലി റഡാർ ഇത് ശത്രുരാജ്യത്തിന് 400 കിലോമീറ്ററിന്റെ ഉള്ളിലെ നീക്കങ്ങൾ പോലും തത്സമയം നിരീക്ഷിക്കാൻ ഇന്ത്യയെ സഹായിക്കുന്നു. പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന ചൈനീസ് അല്ലെങ്കിൽ സ്വീഡിഷ് സിസ്റ്റങ്ങളെക്കാൾ എത്രയോ മടങ്ങ് ശേഷിയുള്ളതാണ് ഇന്ത്യയുടെ ഈ റഷ്യൻ ഇസ്രയേലി കോമ്പിനേഷൻ. ആകാശത്തെ ഈ കണ്ണ് ഇന്ത്യയുടെ വിമാനങ്ങളെയും മിസൈലുകളെയും എല്ലാം കൃത്യമായി നയിക്കുന്നു. ഇപ്പൊ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങിയ S-400 ട്രയംഫ് മിസൈൽ പ്രതിരോധ സംവിധാനത്തെ കുറിച്ചാണ്. ചൈനയുടെ പക്കലും S-400 ഉണ്ട്. എന്നാൽ ഇന്ത്യയുടെ S-400 ചൈനയുടേതിൽ നിന്നും വ്യത്യസ്തമാണ്. എങ്ങനെ? ഇന്ത്യയുടെ S-400 ഒരു ഇന്ത്യൻ ഹൈബ്രിഡ് കോട്ടയാണ്. ഇന്ത്യയുടെ കയ്യിലുള്ള ഇസ്രയേലി, ഫ്രഞ്ച്, ഇന്ത്യൻ റഡാറുകളെല്ലാം നൽകുന്ന വിവരങ്ങൾ ഒരേ സമയം ഈ സിസ്റ്റത്തിന് ലഭിക്കും. അതായത് ഒരു ഇസ്രയേലി റഡാർ കാണുന്ന ലക്ഷ്യത്തെ റഷ്യൻ മിസൈൽ ഉപയോഗിച്ച് തകർക്കാനായി ഇന്ത്യക്ക് സാധിക്കും. ഇതൊന്നും കൂടാതെ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച IFF Mark
സെവൻ എന്ന ഉപകരണം ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ വിമാനം തേജസ് റഫാൽ വിമാനങ്ങളെ തിരിച്ചറിയാൻ S-400 സഹായിക്കുന്നു. ചൈനയുടെ കയ്യിലുള്ള S-400 വെറും ഒരു റഷ്യൻ ഡിസൈൻ ആണ്. എന്നാൽ ഇന്ത്യയുടേത് റഷ്യൻ കരുത്തും ഇസ്രയേലി സെൻസറുകളും ഇന്ത്യൻ സോഫ്റ്റ്വെയർ ബുദ്ധിയും ചേർന്ന ഒന്നാണത്. ഇത്രയധികം വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധങ്ങളെ ഒരൊറ്റ ശൃംഖലയിൽ എങ്ങനെ കോർത്തിണക്കുന്നു? അതിനുള്ള ഉത്തരമാണ് ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം അഥവാ IACCS. ഇതൊരു ഭീമാകാരമായ സോഫ്റ്റ്വെയർ ശൃംഖലയാണ്. കരസേനയുടെ റഡാറുകൾ, നാവികസേനയുടെ കപ്പലുകൾ, വായുസേനയുടെ വിമാനങ്ങൾ എന്നിവയിൽ നിന്നുള്ള വിവരങ്ങൾ ഈ ഡിജിറ്റൽ മസ്തിഷ്കം വിശകലനം ചെയ്യുന്നു. ഒരു ശത്രു വിമാനം വരുമ്പോൾ ഏത് മിസൈൽ ഉപയോഗിക്കണം, ഏത് വിമാനം അതിനെ തടയണമെന്ന് ഈ സിസ്റ്റം സെക്കൻഡുകൾക്കുള്ളിൽ തീരുമാനിക്കുന്നു. ഈ സാങ്കേതിക വിദ്യ ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സൽ ഇന്റഗ്രേറ്റർ ആക്കി മാറ്റുന്നു. ചൈനയുടെ ഔദ്യോഗിക പത്രമായ ഗ്ലോബൽ ടൈംസ് ഇന്ത്യയുടെ ഈ കഴിവിനെ അതീവ ഗൗരവത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തത്. ചൈനയുടെ പക്കൽ ആയുധങ്ങളുണ്ട്, എന്നാൽ ഇന്ത്യയുടെ ആയുധങ്ങളുടെ യഥാർത്ഥ ശേഷി അവർക്കൊരു രഹസ്യമാണ്. ഇന്ത്യ ഓരോ ആയുധത്തിലും സ്വന്തമായ മാറ്റങ്ങൾ വരുത്തുന്നു. ഉദാഹരണത്തിന് ചൈനീസ് വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തി ലക്ഷ്യം വെച്ച് വരുമ്പോൾ ഇന്ത്യയുടെ റഷ്യൻ റഡാറുകളല്ല അവരെ ആദ്യം കണ്ടെത്തുന്നത്, മറിച്ച് ഇന്ത്യ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇസ്രയേലി സെൻസറുകളാണ്. ഇത് ചൈനീസ് പൈലറ്റുമാരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നു. ചൈനീസ് മിലിറ്ററി അനലിസ്റ്റ് ആയ ലോങ് സിങ്ചുൻ ഒരിക്കൽ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ആയുധങ്ങൾ ഒരു കോക്ടെയിൽ പോലെയാണ്. അതിന്റെ വീര്യം പുറത്തു നിന്നൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ചൈനയും ഇന്ത്യയും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. അറിയാമോ? ചൈന ചെയ്യുന്നത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ്. അതായത് റഷ്യയുടെ ആയുധങ്ങൾ വാങ്ങി അവയുടെ സാങ്കേതിക വിദ്യ പഠിച്ച് സ്വന്തം പതിപ്പുകൾ നിർമ്മിക്കുക. എന്നാൽ ഇന്ത്യ ചെയ്യുന്നത് ഹൈബ്രിഡ് ഇന്റഗ്രേഷൻ ആണ്. ഇന്ത്യക്ക് ലോകത്തെ ഏത് രാജ്യത്തെ സാങ്കേതിക വിദ്യയും ലഭ്യമാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ ചൈനയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്, അറിയാലോ. അതിനാൽ അവർക്ക് അമേരിക്കൻ അല്ലെങ്കിൽ യൂറോപ്യൻ സെൻസറുകളൊക്കെ ലഭിക്കില്ല. എന്നാൽ ഇന്ത്യക്ക് റഷ്യയും അമേരിക്കയും ഇസ്രയേലും ഫ്രാൻസും ഒരുപോലെ ആയുധങ്ങൾ നൽകുന്നു. ഇത് ഇന്ത്യയെ ഒരു അപൂർവ ശക്തിയാക്കി മാറ്റുകയാണ്. നാവികസേനയുടെ കാര്യമെടുത്താലും ഇന്ത്യ മുൻപന്തിയിലാണ്. ഇന്ത്യൻ ഡിസൈനിൽ നിർമ്മിച്ച കപ്പലുകളിൽ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇസ്രയേലുമായി ചേർന്ന് വികസിപ്പിച്ച ബാരാക് 8 മിസൈലുകളാണ്. ശത്രുവിന്റെ വിമാനങ്ങളോ ഡ്രോണുകളോ കപ്പലിനെ ലക്ഷ്യം വെച്ചാൽ സെക്കൻഡുകൾക്കുള്ളിൽ അവയെ തകർക്കാനായി ഈ സിസ്റ്റത്തിന് കഴിയും. ഇതിന് 360 ഡിഗ്രി കവറേജ് ചൈനീസ് നാവികസേനയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. ഇന്ത്യയുടെ കപ്പലുകൾ ഏത് രാജ്യത്തിന്റെ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നതെന്ന് ശത്രുവിനെ കൃത്യമായി അറിയില്ല. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും മികച്ച സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ ഇന്ത്യക്കാരാണ്. അത് നമുക്കൊരു അഭിമാനമാണ്. ഈ ഒരു കഴിവ് പ്രതിരോധ മേഖലയിലും ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട്. റഷ്യൻ ഹാർഡ്വെയറിനുള്ളിൽ ഇന്ത്യൻ സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുമ്പോൾ അത് ശത്രുവിന് അപ്രാപ്യമായിട്ടുള്ള ഒന്നായി മാറുന്നു. ചൈനയുടെ പ്രധാന തന്ത്രം ശത്രുവിന്റെ ആശയവിനിമയം ജാം ചെയ്യുക എന്നതാണ്. എന്നാൽ ഇന്ത്യയുടെ തദ്ദേശീയമായ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്റഗ്രേറ്റഡ് ചെയ്ത സിസ്റ്റങ്ങളെ ജാം ചെയ്യാൻ ചൈനയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അവരുടെ ആയുധങ്ങൾ ആ കാര്യത്തിലൊക്കെ വൻ പരാജയമാണ്. 2026 ഇന്ത്യ ലോകത്തിലെ 4ാമത്തെ വലിയ സൈനിക ശക്തി ആയിരിക്കാം. എന്നാൽ ബുദ്ധിപരമായ സംയോജനത്തിലൂടെയും വൈവിധ്യമാർന്ന ആയുധങ്ങളിലൂടെയും ഇന്ത്യ ലോകത്തെ ഏറ്റവും അപ്രവചനീയമായ ശക്തിയായി മാറിക്കഴിഞ്ഞു. റഷ്യയുടെ കരുത്തും പാശ്ചാത്യ രാജ്യങ്ങളുടെ സാങ്കേതിക വിദ്യയും ഇന്ത്യയുടെ ബുദ്ധിയും എല്ലാം ഒത്തുചേരുമ്പോൾ അത് ഏഷ്യയിലെ ഏറ്റവും അപകടകരമായ പ്രതിരോധ കവചമായി മാറുന്നു. ഇന്ത്യയെ നേരിടാൻ ഇറങ്ങുന്നവർ ഒന്ന് ഓർക്കുക, നിങ്ങൾ നേരിടുന്നത് ഒരു രാജ്യത്തിന്റെ മാത്രം സാങ്കേതിക വിദ്യയല്ല, മറിച്ച് ലോകത്തെ മികച്ച എല്ലാ തലച്ചോറുകളും ചേർന്ന് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ആ മരണക്കെണിയെയാണ്. ഇന്ത്യയുടെ ഈ ഹൈബ്രിഡ് സൈനിക കഴിവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അപ്പൊ തോന്നുന്നത്? റഷ്യൻ ആയുധമാണോ അതോ അമേരിക്കൻ ആയുധമാണോ ഇന്ത്യക്ക് കൂടുതലായി അനുയോജ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ആവേശകരമായ പ്രതിരോധ വാർത്തകൾക്കായി ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.